ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇനി വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ എത്ര ചേർക്കുന്നത് കൂടുതലായിട്ട് അത്രയും ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് വെല്ലം മെൽറ്റാക്കിയതാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 പീസ് മീഡിയം സൈസുള്ള ഒരു വെല്ലം എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ഒരു കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടാട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് അല്ലാന്നുണ്ടെങ്കിൽ വെല്ലം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു തേങ്ങയുടെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരു അര കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്താൽ മതി. ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മെൽറ്റാക്കിയിട്ടുള്ള വെല്ലം കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കായ കേട്ടോ. 1-2 ഏലക്കായ ചേർക്കാം. ഞാനിപ്പോൾ ഒരു ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏലക്കായപ്പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് വെള്ളം ഒന്ന് കുറുകി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കണ്ട. അങ്ങനെ ആകുമ്പോൾ ചൂടാറുന്ന സമയത്ത് ഇതങ്ങ് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളമുള്ള രീതിക്ക് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മളിത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ദോശ മാവൊക്കെ മിക്സ് ആക്കി എടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതിയേ. അപ്പോൾ ഇത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ട ഒട്ടും പാടില്ല കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ടൊന്നും കട്ട കിടക്കാനേ പാടില്ല. നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. നമ്മൾ ദോശമാവൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലിപ്പം കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മിക്സിയിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ നന്നായിട്ട് മാവൊക്കെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതാ നേരത്തെ നമ്മൾ തേങ്ങയൊക്കെ വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങയുടെയും വെള്ളത്തിൻ്റെയും ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് പെട്ടെന്ന് നമ്മൾ ദോശമാവ് പോലെ ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പ് തന്നെ ദോശമാവ് പോലെ നമുക്ക് ഈ ഒരു നമ്മൾ ഗോതമ്പ് പൊടി കലക്കിയിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ പെട്ടെന്ന് ഒന്ന് കലക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടോട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാ അതേ പാനിലോട്ട് തന്നെ 1 ടീസ്പൂണോളം നമ്മൾ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായിട്ട് വന്നിട്ടുള്ള നമ്മളെ ഗീയിലേക്ക് നമ്മൾ ചെറിയൊരു പീസ് സവാള ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ചേർക്കാം കേട്ടോ. 1-2 ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന്ന് മൂത്ത് കിട്ടിയിട്ട് ഒന്ന് കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അടച്ച് വെച്ചാൽ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നോളും. 10 മിനിറ്റ് മതിയാവേ. ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ടുണ്ടാവേ. അങ്ങനെ ഒരു പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിട്ട് ഇതുണ്ടാകാൻ തിരിച്ചിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് വെന്തിനോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്നൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം ഒന്ന് കളറൊന്ന് മാറി കിട്ടാട്ടേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയത്ത് നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട്
വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ മതിയേ. ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീട്ടിൽ പിന്നെ കാണാം. ബൈ, താങ്ക് യു.